അള്ളാഹു റബ്ബുൽ ഇസ്സ ഭൂമിയെ ശനിയാഴ്ചയാണ് പടച്ചത്. നമ്മൾ ഈ അധിവസിക്കുന്ന ഭൂമിയെ ശനിയാഴ്ചയാണ് അള്ളാഹു പടച്ചത്. ഞായറാഴ്ചയാണ് അതിൽ പർവ്വതങ്ങൾ സൃഷ്ടിച്ചത്. ഭൂമിയിൽ പർവ്വതങ്ങൾ സൃഷ്ടിച്ചത് ഞായറാഴ്ചയാണ്. അതേപോലെ തന്നെ മരങ്ങളെ തിങ്കളാഴ്ചയാണ് അള്ളാഹു സൃഷ്ടിച്ചത്. മുന്തിരിവള്ളി അഥവാ ഫലവത്തായ സാധനങ്ങൾ അള്ളാഹു ചൊവ്വാഴ്ച പടച്ചു. മത്സ്യത്തിനെ ബുധനാഴ്ച പടച്ചു. മറ്റ് ജീവജാലങ്ങളെ അള്ളാഹു വ്യാഴാഴ്ച സൃഷ്ടിച്ചു. ആദം നബി അലൈഹി ഇസ്ലാമിനെ അവസാന സൃഷ്ടിയായി പകലിൻ്റെ അവസാന മണിക്കൂറിൽ അസർ മുതൽ രാത്രി വരെയുള്ള സമയങ്ങൾക്കിടയിലായി വെള്ളിയാഴ്ച ദിവസത്തിലും അവൻ സൃഷ്ടിച്ചു എന്നാണ് ചരിത്രങ്ങളിൽ കാണുന്നത്. ആകാശഭൂമികളെയും അവയിലുള്ള വസ്തുക്കളെയുമെല്ലാം 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ പറഞ്ഞ ദിവസം ഇഹലോകത്തതാണോ അതോ പരലോകത്തതാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും ഉന്നയിക്കുന്നുണ്ട്. സൃഷ്ടികൾ വെളിപ്പെട്ടതിന് വേണ്ടി പ്രസ്തുത 6 ദിവസങ്ങളിൽ ഓരോന്നും ഈ ലോകത്തിലെ 1000 വർഷങ്ങൾക്ക് തുല്യമായതാണെന്ന് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു, ഇബ്നു ജരീർ മുതലായവരും പറയുന്നുണ്ട്. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, മുജാഹിദ് മുതലായവർ പറയുന്നത് നമ്മുടെ ഐഹിക ദിനങ്ങൾ തന്നെയാണെന്നാണ്. അപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നതെങ്കിൽ നമ്മുടെ ഈ ലോകത്തെ ദിവസം തന്നെയാണ്. കാരണം റഈസുൽ മുഫസ്സിരീങ്ങളുടെ റഈസി എന്ന അല്ലാഹുവിൻ്റെ റസൂൽ സർട്ടിഫിക്കറ്റ് നൽകിയ മഹാനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് ഈ ഐഹികമായ ഈ ദുനിയാവിലെ ദിവസങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാര്യങ്ങൾ മനസ്സിലായല്ലോ.